കൊല്ലം മുതൽ തേനി വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാത 220. അതിന്റെ ഭാഗമായ മുമ്പ് കോട്ടയം കുമിളി റോഡ് എന്നറിയപ്പെട്ടിരുന്ന KK റോഡിൽ കോട്ടയത്ത് നിന്നും 18 കിലോമീറ്റർ കിഴക്കുമാറിയാണ് പാമ്പാടി എന്ന വികസ്വര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് താബോറിലെ താപസൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനി ഭൂജാതനായത്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സാക്ഷാൽ ഔദ്യോഗിക നാമം കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് എന്നാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ജനങ്ങൾ അറിയപ്പെടുന്നതും ഇപ്പോൾ അറിയുന്നതും പാമ്പാടി തിരുമേനി എന്നുള്ള അപരനാമത്തിലാണ്. സാധാരണ മനുഷ്യരിൽ നിന്നും സാധാരണ പരിശുദ്ധന്മാരിൽ നിന്നും വ്യത്യസ്തത പാലിച്ച ഒരു മഹാനായിരുന്നു പാമ്പാടി തിരുമേനി. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹമാണ്. അവർക്ക് വേണ്ടി ഏത് ത്യാഗം സഹിക്കുന്നതും ഈശ്വര സേവനമാണെന്ന് അദ്ദേഹം പരിപൂർണമായി വിശ്വസിക്കുന്നു. സ്വന്തം ജീവിതത്തെ പോലെ ത്യജിച്ചാലും മറ്റു മനുഷ്യരോടുള്ള സ്നേഹങ്ങളും കരുണയുമാണ് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണാവുന്ന ഒരു സംഗതി. രണ്ടാമത് ഒരു സംഗതി പറയാനുള്ളത്, ഈ പല പരിശുദ്ധന്മാരെയും ഔദ്യോഗികമായി സുന്നതദോസും ഒക്കെ പല അതിശയങ്ങൾക്ക് ശേഷം പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുമെങ്കിലും പാമ്പാടി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരാണ് അദ്ദേഹത്തെ പരിശുദ്ധനാക്കിയത്. ആ ഭക്തന്മാർ എന്തുകൊണ്ട് പരിശുദ്ധനാക്കിയെന്ന് നമുക്ക് നോക്കിയാൽ, ഓരോ പാമ്പാടി പോയി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഓരോ സന്ദർഭങ്ങളിൽ ഒരിക്കലും നമ്മൾക്ക് വിശ്വസിക്കാൻ പാടില്ലാത്ത അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആളുകളാണ് പാമ്പാടി തിരുമേനിയെ പരിശുദ്ധനായത്. കൂടാതെ അദ്ദേഹത്തിന് മനുഷ്യരോടുള്ള സ്നേഹം പോലെ തന്നെ ഈ പക്ഷിമൃഗാദികളോടും മറ്റുള്ള മൃഗങ്ങളോടും ഒക്കെ സ്നേഹം ഉണ്ടായിരുന്നവർ. അവിടെ ഒരു നല്ല മാവ് ഉണ്ടായിരുന്നത്, അതിൻ്റെ മാമ്പഴമൊന്നും അദ്ദേഹം ഒരുത്തർക്കും കൊടുത്തിരുന്നില്ല. അവിടെ വരുന്ന പക്ഷികൾ ഭക്ഷിക്കാൻ വേണ്ടി ആ മാമ്പഴം അതുപോലെ നിർത്തിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പട്ടികളോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം പറയുന്ന അക്ഷരം പ്രതി കേട്ട് അനുസരിക്കുന്ന പട്ടികളായിരുന്നു. അങ്ങനെ മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും സ്വന്തം ജീവിതത്തെക്കാൾ വലുതായി കരുതപ്പെട്ട യേശുവിൻ്റെ സ്നേഹം മനുഷ്യരിൽ കൂടെ സഫലീകരിച്ച ഒരു മഹൽ വ്യക്തിയാണ് പാമ്പാടി തിരുമേനി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും. എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കുടുംബാംഗങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാമ്പാടിയുടെ മധ്യത്തിൽ ഇന്ന് ഈ കുരിശ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പാമ്പാടി തിരുമേനിയുടെ ജന്മഗേഹമായ പേഴമറ്റം വീട്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ കാർഷിക വൃത്തി മാത്രമുള്ള ഒരു ഗ്രാമമായിരുന്നു പാമ്പാടി. കാർഷിക വൃത്തിയിൽ ഉൾപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലാണ് കുര്യാക്കോസ് എന്ന ബാലൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഭൂജാതനായത്. 1885 ഏപ്രിൽ 5-നായിരുന്നു കുര്യാക്കോസ് ഭൂജാതനായത്. ഞാൻ പാമ്പാടി തിരുമേനിയുടെ സഹോദര പൗത്രനാണ്. പാമ്പാടിയിലെ ഏറ്റവും പുരാതന ക്രിസ്തീയ കുടുംബമായ കരിങ്ങനാമറ്റം കുടുംബത്തിൽ മൂലക്കര ശാഖയിൽ പേഴമറ്റത്ത് വീട്ടിൽ ചാക്കോയുടെ 5-ാമത്തെ പുത്രനായി പാമ്പാടി തിരുമേനി പൂജാതനായി. മാതാവ് ഇളച്ചി പാമ്പാടിയിലെ തന്നെ പുരാതന ക്രിസ്തീയ കുടുംബമായ വെള്ളക്കോട്ട് കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് തിരുമേനി ഉൾപ്പെടെ 9 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്തയാൾ ഏബ്രഹാം, സാറാമ, റാഹേൽ, ഏബ്രഹാം,
യോഹന്നാൻ, ഏലിയാമ്മ, മറിയാമ്മ. അതിൽ തിരുമേനി 5-ാമത്തെ ആളാണെന്ന് പറഞ്ഞല്ലോ. പേഴമറ്റത്ത് ചാക്കോച്ചൻ്റെ പുത്രനായ കുറിയാക്കോസ് കറിയാച്ചൻ എന്ന ഓമന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് പാമ്പാടിയിലെ മറ്റ് ബാലന്മാരെ പോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി കറിയാച്ചൻ വളർന്നു വന്നു. ദാരിദ്ര്യം സഹവസിച്ചിട്ടും പ്രാർത്ഥനയും ഉപവാസവും തീവ്രമായ ദൈവഭക്തിയും ഒരിക്കലും കൈവിടാതിരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് കറിയാച്ചൻ വളർന്നു വന്നത്. സ്വാഭാവികമായും ദൈവഭക്തി കറിയാച്ചൻ്റെ ഹൃദയത്തിൽ ശിശുപ്രായത്തിൽ തന്നെ രൂഢമൂലമായി. അക്കാലത്ത് പാമ്പാടിയിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുലോം പരിമിതമായിരുന്നു. പാമ്പാടി പള്ളിക്ക് സമീപമുള്ള പള്ളിവാതുക്കൽ സ്കൂൾ എന്നറിയപ്പെടുന്ന MD സ്കൂളായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഉപാധി. യഥാകാലം കുറിയാക്കോസിനെ പള്ളിവാതുക്കൽ സ്കൂളിൽ ചേർത്തു. മഠത്തിലാശാൻ എന്നറിയപ്പെട്ടിരുന്ന CG രാമൻപിള്ള എന്ന നായർ പ്രമാണിയായിരുന്നു കുറിയാക്കോസിന്റെ ഗുരുഭൂതൻ. സമർത്ഥനും ബുദ്ധിമാനുമായ കുറിയാക്കോസ് മഠത്തിലാശാന്റെ വാത്സല്യഭാജനമായി തീർന്നു. ഋഷിപ്രോക്തമായ ഒരു ഗുരുശിഷ്യ ബന്ധവും ആത്മബന്ധവുമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. മരണം വരെയും ആ ബന്ധം നിലനിന്നു. പള്ളിവാതുക്കൽ സ്കൂളിലെ പഠനകാലത്തു തന്നെ സ്വന്തം ഇടവകയായ പാമ്പാടി വലിയ പള്ളിയിലെ മദ്ബഹ ശുശ്രൂഷകനായി കുറിയാക്കോസ് പ്രവേശിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ഭക്തിയിലും സ്വരമാധുരിയിലും അനുഷ്ഠാനങ്ങളിലെ സൂക്ഷ്മതയിലും കുറിയാക്കോസ് എന്ന ബാലൻ ഏറ്റവും മികച്ചവനായി ജനപ്രീതി സമ്പാദിച്ചു. പാമ്പാടി പള്ളിയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ജീവിതാന്ത്യം വരെയും എൻ്റെ വീട് എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു. അത് വാച്യാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് പാമ്പാടി പള്ളിയോട് തൊട്ടുരുമയുള്ളതായ മൂലക്കര എന്നറിയപ്പെടുന്ന ഭവനത്തിലായിരുന്നു. പേഴമറ്റത്ത് കുറിയാക്കോസ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അമ്മയുടെ സംരക്ഷണത്തിൽ ഈ ഭവനത്തിൽ ബാല്യകാലം കഴിച്ചു കൂട്ടിയതുകൊണ്ട് പള്ളിയോട് ചേർന്നുള്ളതായ പ്രൈമറി സ്കൂളിൽ അദ്ദേഹം വിദ്യാഭ്യാസം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിഷ്ഠയിൽ ആകൃഷ്ടരായ അന്നത്തെ വൈദികരായ പാറപ്പുറത്തച്ഛനും ഇക്കിരപ്പടവിൽ വർഗീസ് അച്ഛനും അദ്ദേഹത്തെ മദ്ബഹായിലെ ശുശ്രൂഷകനാക്കി. വൈദിക വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം പഴയ സെമിനാരിയിൽ പഠിച്ചു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വന്തം നാട്ടിലെത്തുന്ന അവസരങ്ങളിൽ സ്വന്തം വീട്ടിൽ താമസിക്കാതെ കൂടുതൽ സമയവും അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ചത് പാമ്പാടി പള്ളിയിലായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അവസാനമായി ഒരു ദേവാലയത്തിലേക്ക് ചെന്ന് ഒരു ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ചതും പാമ്പാടി പള്ളിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം കാലം ചെയ്ത ശേഷം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാമ്പാടി പള്ളിയിൽ കൊണ്ടുവന്നു. അടുത്ത പ്രഭാതത്തിൽ വിലാപയാത്രയായി പാമ്പാടി ദേവരായാലിക്ക് കൊണ്ടുപോയാണ് അവിടെ അദ്ദേഹത്തെ സംസ്കരിച്ചു. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ നഗരി കാണിക്കൽ നടത്തിയ അതേ പാതയിലൂടെയാണ് ഇന്ന് എല്ലാ വർഷവും ആ പുണ്യപിതാവിൻ്റെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം നടക്കുന്നത്. 5 കിലോമീറ്ററിലധികം നീളുന്ന ഈ പാത പിന്നിട്ട് പാമ്പാടി മാർ യൂഹാനോൻ കത്തീഡ്രലിൽ നിന്നും 10,000 പൊത്തൻപുറം മാർ കുറിയാക്കോസ് ദയറായിലേക്ക് അന്ന് നടന്നെത്തുന്നു. കോട്ടയം ഇടവകയുടെ കടവിൽ പൗലൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത ഇക്കാലത്ത് പാമ്പാടി പള്ളിയിൽ എഴുന്നള്ളി താമസിച്ചിരുന്നു. മറ്റു ഗ്രാമീണ ബാലന്മാരെ പോലെ കൃഷിയിലും കാലി വളർത്തലിലും മാതാപിതാക്കളെ സഹായിച്ചിരുന്ന കുറിയാക്കോസ് എന്ന ബാലനെ കടവിൽ തിരുമേനി കണ്ടു. ആ സാധാരണ ബാലനിൽ
ഒരു ദൈവപുരുഷനെ കടവിൽ തിരുമേനി ദർശിച്ചു. തുടർന്ന് കുര്യാക്കോസിന് പട്ടം കൊടുക്കുന്ന കാര്യം പിതാവായ ചാക്കോച്ചനെ അറിയിച്ചു. സാമ്പത്തിക പരാധീനതയുണ്ടായിരുന്ന ചാക്കോ ഒഴിവ് കഴിവ് പറഞ്ഞു പിന്മാറി. തുടർന്ന് കുടുംബത്തിൽ തുടരെ ഉണ്ടായ അനർത്ഥങ്ങൾ ചാക്കോയുടെ അഭിപ്രായം മാറ്റി. അങ്ങനെ 1899 ഫെബ്രുവരി 5 പാമ്പാടി വലിയ പള്ളിയിൽ വെച്ച് കടവിൽ തിരുമേനി വൈദിക ശുശ്രൂഷയുടെ ആദ്യപടിയായ കോറൂയോ സ്ഥാനം നൽകുകയും ഉപരിപഠനത്തിനായി കോട്ടയം പഴയ സെമിനാരിയിലേക്ക് അയക്കുകയും ചെയ്തു. പഴയ സെമിനാരിയിലെത്തിയ കുര്യാക്കോസ് ചെമ്മാശന് ലഭിച്ചത് മികച്ച ശിക്ഷണമാണ്. മലങ്കര മൽപ്പാന്മാരായ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാർ, കോനാട്ട് മാത്തൻ കത്തനാർ, ചക്കരക്കടവിൽ യൗസേഫ് മൽപ്പാൻ എന്നിവരുടെ ശിക്ഷണത്തിൽ ചെമ്മാശൻ കൂദാശ അനുഷ്ഠാനങ്ങളിലും സുറിയാനി ഭാഷയിലും അവഗാഹം നേടി. വത്സല ശിഷ്യനിൽ മലങ്കര സഭയുടെ ഭാവി ഗുരുവായ വട്ടശ്ശേരിൽ മൽപ്പാൻ ദർശിച്ചു. ഗുരുഭക്തിയുടെ നിറകുടമായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. 1925 ജനന പെരുന്നാളിന് തിരുമേനി എന്നെ ശുശ്രൂഷകനായിട്ട് മധുവായിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം എവിടെ പോകണമെങ്കിലും അദ്ദേഹത്തോടൊപ്പം ആ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൂടി. അങ്ങനെ മരിക്കുന്നത് വരെയും ഏതാണ്ട് 39 സംവത്സരക്കാലം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹം പോയ നാടുകളിലോ സ്ഥലങ്ങളിലോ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിലോ കൂദാശകളിലോ ഒക്കെയും സംബന്ധിക്കുന്നതിനും ദൈവം കൃപ തന്നു. തിരുമേനിയുടെ ഗുരുവല്ലേ വട്ടശ്ശേരി തിരുമേനി. അദ്ദേഹം ഇരിക്കുന്ന സെമിനാരിയുടെ പടിഞ്ഞാറ് വശത്തെ 2ാമത്തെ നിലയിലത്തെ മുറിയിലാണ് അദ്ദേഹം ഇരുന്നുകൊണ്ടിരുന്നത്. ആ കയറി ചെല്ലുന്ന ഗോവടി കയറി അവിടെ ചെല്ലുന്ന അവസരത്തിൽ തിരുമേനിയുടെ കയ്യിൽ അന്ന് തൂവാലയും താക്കോലും ഉണ്ട്. അത് കയ്യിലെപ്പോഴും കാണും. അതിങ്ങനെ തോളയിലോ കയ്യിലോ എവിടെയെങ്കിലും കാണും. തിരുമേനിയെ ഗുരുവിനെ കാണാനായിട്ട് മുറിക്കകത്തോട്ട് കയറുമ്പം എൻ്റെ മോനെ ഇത് പിടിച്ചോളാൻ പറഞ്ഞ് എൻ്റെ കൈ തന്നിച്ചല്ലാതെ അതും കൊണ്ട് തിരുമേനി ഒരിക്കലും കയറി തിരുമേനിയെ കണ്ടിട്ടില്ല. അത്ര സ്നേഹവും ആദരവും ഭക്തിയുമായിരുന്നു ഗുരുവിനോട്. കുര്യാക്കോസ് ചെമ്മാശനിൽ ഒരു ഇടവക പട്ടക്കാരനെയല്ല, മറിച്ച് ഒരു പൂർണ്ണ സന്യാസിയെയാണ് സഭ കണ്ടത്. അക്കാലത്തു തന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ചെമ്മാശൻ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം യൗവനത്തിലേക്ക് കാലൂന്നിയതായ കാലയളവിൽ ഉണ്ടായ ഒരു സംഭവം ചിരസ്മരണീയമാണ്. നാട്ടിൽ വലിയ വരൾച്ച, കുടിവെള്ളം പോലും മനുഷ്യന് കിട്ടാതെയായി. ഈ വരൾച്ചയുടെ കെടുതികൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ആരുമറിയാതെ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ അദ്ദേഹം 3 ദിവസത്തേക്ക് പള്ളിയിൽ ഒരു ഉപവാസ ധ്യാനം നടത്തി. 3-ാം ദിവസം അത്യത്ഭുതകരമായി കോരിച്ചൊരിഞ്ഞ മഴയുണ്ടായി. ഒരു കഞ്ഞി വീഴ്ത്തലിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു. പെട്ടെന്നുണ്ടായ മഴയുടെ ആധിക്യം മൂലം ഈ കഞ്ഞി വീഴ്ത്തലിനായി തയ്യാറാക്കി വച്ചിരുന്നതായ പാചകപാത്രങ്ങൾ പോലും ഒഴുകിപ്പോയി എന്നാണ് അന്ന് ജീവിച്ചിരുന്ന ആളുകൾ പിൻതലമുറകളോട് സാക്ഷ്യം നൽകിയിട്ടുള്ളത്. 1906 ജൂലൈ 28 കണ്ടനാട് ഇടവകയുടെ മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത പാമ്പാടി പള്ളിയിൽ വെച്ച് കുര്യാക്കോസ് ചെമ്മാശന് 21-ാം വയസ്സിൽ കത്തനാര് പട്ടം നൽകി. പിറ്റേന്ന് അദ്ദേഹം കുര്യാക്കോസ് കത്തനാരെ പൂർണ്ണ സന്യാസിയായ റമ്പാനുമാക്കി. ജൂലൈ 30 പാമ്പാടി കുര്യാക്കോസ് റമ്പാൻ പാമ്പാടി പള്ളിയിൽ പുത്തൻ കുർബാന ചൊല്ലി. തുടർന്ന് അനേക വർഷം കുര്യാക്കോസ് റമ്പാൻ സ്വന്തം ഇടവകയായ പാമ്പാടി പള്ളിയിൽ താമസിച്ചു. പാമ്പാടി പള്ളിയുടെ പല പണികളും പൂർത്തീകരിച്ചത് ഇക്കാലത്താണ്.
ചിന്തകളില്ലാത്തോ ആലയമതിൽ വാസം ചെയ്തു ധ്യാനാത്മക സന്യാസത്തിൻ പ്രേരണ നേടിയതിൻ ഫലമായി നവയൗവന സന്യാസാചാര്യൻ. ഇതേ കാലത്തു തന്നെ പഴയ സെമിനാരിയിൽ സുറിയാനി മൽപ്പാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കേവലം പ്രാഥമിക വിദ്യാഭ്യാസവും വൈദിക വിദ്യാഭ്യാസവും മാത്രമുണ്ടായിരുന്ന കുര്യാക്കോസ് റമ്പാന്റെ ദൈവികമായ പാണ്ഡിത്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ലളിതവും വാത്സല്യം നിറഞ്ഞതുമായ റമ്പാച്ചന്റെ പെരുമാറ്റം വൈദിക വിദ്യാർത്ഥികളെ കോരിത്തരിപ്പിച്ചു. 1912 മലങ്കര സഭയെ ഗ്രസിച്ച കക്ഷിവഴക്ക് പാമ്പാടി വലിയ പള്ളിയിലെ റമ്പാച്ചന്റെ താമസം ദുഷ്കരമാക്കി. തനിക്ക് സ്വതന്ത്രമായി ചരിക്കാനും സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് സംസർഗം നടത്താനും ഒരു സ്ഥലം പാമ്പാടി റമ്പാച്ചൻ ആഗ്രഹിച്ചു. ഇതറിഞ്ഞ തന്റെ അഭിവന്ദ്യ ഗുരുഭൂതനായ മഠത്തിലാശാൻ തന്റെ വക പൊത്തൻപുറം കുന്ന് വാഗ്ദാനം ചെയ്തു. ഞാൻ മഠത്തിൽ ആശാൻ്റെ കൊച്ചുമകനാണ്. മഠത്തിൽ ആശാൻ പരീക്ഷ പാസ്സായി പാമ്പാടിലെ ഏറ്റവും പുരാതന സ്കൂളായ പള്ളിവാതിക്കൽ സ്കൂളിൽ അധ്യാപകനായി ചേർന്നു. അന്ന് ആ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും പാവനമായ പക്വതയാർന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു കുര്യാക്കോസ്. ഈ കുട്ടിക്കാലം മുതൽ ആശാൻ ശ്രദ്ധിച്ച് വളർത്തിയെടുത്തിയ കുര്യാക്കോസ് ആ ബന്ധം, ആ പവിത്രമായ ബന്ധം വളർന്ന് സാക്ഷാൽ ഭാരതീയമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ എല്ലാ വിധത്തിലും, എല്ലാ കമാനങ്ങളിലും, എല്ലാ തലത്തിലും വന്നിയാർന്നു. അതായിരിക്കണമല്ലോ അദ്ദേഹത്തിന് ഇരിക്കാനും തപസ് ചെയ്യുവാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഇടത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശാൻ്റെ വകയായ പൊത്തമ്പുറം കുന്നിൽ ആശ്രമത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി സ്ഥലം കൊടുക്കുകയുണ്ടായി. ആ പവിത്രമായ ബന്ധം ആശാൻ്റെ മരണത്തോടും തിരുമേനിയുടെ മരണത്തോടും നിൽക്കാതെ അത് അഭംഗരമായി ഇന്നും നിലനിർന്നു വരികയാണ്. ആശാൻ വളരെ നാൾ രോഗാതുരനായി കിടക്കുകയുണ്ടായി. ആ കാലങ്ങളിലെല്ലാം തിരുമേനി ആശാനെ വന്ന് കാണുകയും ദേറായിൽ കിട്ടുന്ന ഏത് വിഭവവും അത് ആശാന് കൊണ്ട് സമർപ്പിച്ചതിന് ശേഷമേ അദ്ദേഹം മറ്റാർക്കും കൊടുത്തതായിട്ട് പോലും കേട്ടിട്ടുള്ളൂ. ആ വലിയ ബന്ധം നേരിൽ കാണുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാടുപിടിച്ചു കിടന്ന പൊത്തൻപുറം കുന്നിന്റെ ഏകാന്തതയും മനോഹാരിതയും റമ്പാച്ചന് ഇഷ്ടമായി. തുടർന്ന് 1913 ഓഗസ്റ്റ് 30 പൊത്തമ്പുറം കുന്നിൽ 12 ഏക്കർ സ്ഥലം എഴുതി വാങ്ങി. 1911 കൂടിയതായ മലങ്കര അസോസിയേഷൻ പാമ്പാടി റമ്പാച്ചനെ മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് പാമ്പാടി പള്ളിയിലായിരുന്നു. സഭാന്തരീക്ഷത്തിൻ്റെ കാലുഷ്യം അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തെയും ബാധിച്ചു. തുടർന്നുണ്ടായതായ അസ്വസ്ഥതകൾ ഏകാഗ്രമായ ഒരു പാർപ്പിടം അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. അങ്ങനെയാണ് അദ്ദേഹം ഒരു വനാന്തരത്തിലേക്ക് ഏകാന്തവാസത്തിനായിട്ട് പോയത്. അവിടെ ഒരു വലിയ ദേറാ സ്ഥാപിക്കാനോ മറ്റ് സ്ഥാപനങ്ങൾ എന്തെങ്കിലും പടുത്തുയർത്തുവാനോ ഉള്ളതായ ആഗ്രഹമല്ല, നേരെ മറിച്ച് ഏകാന്തതയിൽ ദൈവമായിട്ടുള്ളതായ സംസർഗത്തിനുള്ളതായ മറ്റ് ശല്യങ്ങളൊന്നും കൂടാത്ത അന്തരീക്ഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വനാന്തരത്തിലേക്ക് പോയത്. പിറ്റേ വർഷം അവിടെ ഒരു പർണശാല കെട്ടി റമ്പാച്ചൻ താമസം ആരംഭിച്ചു. കൂട്ടത്തിൽ വൈദിക വിദ്യാഭ്യാസവും പാമ്പാടി ദേറായിൽ ആരംഭിച്ചു. അനേകം പ്രഗത്ഭ ശിഷ്യന്മാർ പരിശുദ്ധ പാമ്പാടി തിരുമേനിക്കുണ്ടായി. അവിടെ ശമാശന്മാരെ പഠിപ്പിക്കുന്ന ശമാശന്മാരെല്ലാം പിള്ളേരെ കുർബാന പിന്നെ കൂടാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെയും എനിക്ക് 10 വയസ്സ് കാണുമായിരിക്കും. എൻ്റെ അപ്പൻ അവിടെ അമ്പാച്ചനേരിയെ സുറിയാനിയല്ല ഈ മലയാളത്തിൻ്റെ ഗീതങ്ങളെ ചൊല്ലാനൊക്കെ പഠിക്കാൻ എന്നെ പഠിപ്പിക്കും. ഞാനങ്ങനെ കുറച്ചാൾ പോയി.
ഞങ്ങൾ വീടുകളിൽ താമസിക്കുന്നവരല്ലേ, പഠിത്ത കാലത്ത് ഞങ്ങളൊക്കെ വീടുകളിലാണ് താമസിക്കുന്നത്. ഒരു 9 മണി 10 മണിക്കകമായിട്ട് എല്ലാവരും അവിടെ വരും. ചെന്നാൽ അന്ന് പഴയ പള്ളി, തിരുമേനി പണിയിച്ച പള്ളിയുടെ പഴയ നാടകശാല, ആദ്യത്തെ പള്ളി നാടകശാലയായിട്ട് അന്ന് അപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവിടെ ബെഞ്ചിട്ടുണ്ട്, ബെഞ്ചും മേശയുണ്ട്. ഞങ്ങളെല്ലാം പിള്ളേരെ എല്ലാം ബെഞ്ചിലിരുത്തി, തിരുമേനി അവിടെ ബോർഡുണ്ട്, പിന്നെ ബെഞ്ചുണ്ട്, മേശയുണ്ട്, എല്ലാം ഉണ്ട്. തിരുമേനി വന്നിരുന്ന് എല്ലാം സുറിയാനിയില പിന്നെ ബോർഡിൽ എഴുതി തരും. അതാത് ദിവസത്തെ പാഠങ്ങൾ സുറിയാനിയിൽ മേശയിൽ ബോർഡിൽ എഴുതും. അത് ഞങ്ങളും എഴുതിയെടുത്ത് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കണം. കാണാപ്പാഠം പഠിക്കേണ്ടതായ മസ്മൂറുകൾ അതുപോലെ മറ്റ് പലതുമുണ്ട്. അതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് ഇതൊക്കെ കാണാപ്പാഠം പഠിച്ചുകൊള്ളണമെന്നും പറഞ്ഞ് ഓരോ ദിവസവും ഓരോ ക്രമത്തിൻ്റെ ഓരോ രീതികൾ ഒന്നെടുത്താൽ അത് തീർന്നിട്ട് മറ്റൊന്ന്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയല്ല, ഒരു ക്രമം എടുത്താൽ ആ ക്രമം തീർന്ന് അത് പഠിപ്പിച്ച് തീർന്നതിൻ്റെ ശേഷം ക്രമമായിട്ടങ്ങനെ പഠിപ്പിച്ച് ഓരോ ദിവസവും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു 1.5 മണിക്കൂർ സമയം കഴിയുമ്പോൾ അന്ന് നിർത്തും. ഷമ്മാശന്മാരെയൊക്കെ നല്ല പോലെ തല്ലുമായിരുന്നു പഠിപ്പിക്കുമ്പോൾ. മണ്ണുകുടിപ്പച്ചനും തല്ലുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പത്തമ്പുറത്തായ പിന്നെ ഓലക്ഷത്തിനകത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരും 1-ാം ക്ലാസ് പഠിപ്പിച്ചു. എൻ്റെ കസിൻ പെരിങ്ങാവിൻ്റെ അച്ഛനെ കൊച്ചമ്മച്ചനായിരിക്കുന്ന കാലത്ത് തന്നെ അത് വളരെ ചെറുപ്പത്തിൽ പിന്നെ വീട്ടിൽ വന്ന് കുളിക്കുമ്പോൾ കാലൊക്കെ പാടെ അടികൊണ്ട് പഠിച്ചില്ലെങ്കിൽ ചെല്ലുന്ന ശരിയായിട്ട് ചെല്ലില്ലെങ്കിൽ നല്ല ശിക്ഷയായിരുന്നു. ഞാൻ ഈ കുർബാന കൂടാൻ പഠിക്കാൻ പോയി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വെസറി കൊണ്ട് എൻ്റെ തലക്കിട്ടാടി. 1914 ജൂലൈ 30 പരിശുദ്ധ കുറിയാക്കോസ് സഹദായുടെ പെരുന്നാൾ ദിവസം പൊത്തമ്പറം കുന്നിൽ പരിശുദ്ധ കുറിയാക്കോസ് സഹദായുടെ നാമത്തിൽ ദയറ ചാപ്പലിന് അടിസ്ഥാനമിട്ടു. ഒരു താൽക്കാലിക ദേവാലയം പൂർത്തിയാക്കി പിറ്റേ വർഷം മകരം 15 റമ്പാച്ചൻ ചാപ്പലിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് 1920 മെയ് 28 കണ്ടനാട് ഇടവകയുടെ യൂയാക്കിം മാർ ഈവാനിയൂസ് മെത്രാപ്പൊലീത്ത സ്ഥിരം ദേവാലയത്തിന് ശിലാസ്ഥാപനം നടത്തി. ഇക്കാലത്ത് ദയറായിലെത്തിയ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി ആ മനോഹര പർണാശ്രമത്തിന് താബോർ മല എന്ന് നാമകരണം ചെയ്തു. നാനാജാതി മതസ്ഥരായ 100 കണക്കിന് ആളുകളുടെ സഹകരണത്തോടെ പള്ളിപ്പണി പൂർത്തിയാക്കി. 1923 ജനുവരി 20 പരിശുദ്ധ വട്ടശ്ശേരിൽ ദീവന്നാസ്യൂസ് മലങ്കര മെത്രാപ്പൊലീത്തയും കോട്ടയം ഇടവകയുടെ വാകത്താനം ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്തയും ചേർന്ന് മാർ കുറിയാക്കോസ് ദയറ ചാപ്പൽ കൂദാശ ചെയ്തു. 1988 ജൂലൈ 15 ദയറ ചാപ്പൽ പുതുക്കി പണിയാൻ മോറാൻമാർ ബെസേലിയൂസ് മർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തറക്കല്ലിട്ടു. 1993 ജൂലൈ 15 മോറാൻമാർ ബെസേലിയൂസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ ഇന്നു കാണുന്ന ചാപ്പൽ കൂദാശ ചെയ്തു. പരിശുദ്ധ പാമ്പാടി തിരുമേനി തുടങ്ങിവെച്ച ചിട്ടകളും നിഷ്ഠകളും ഇന്നും ദയറ ചാപ്പലിൽ അഭംഗുരം തുടരുന്നുണ്ട്. പാമ്പാടി മാർ കുറിയാക്കോസ് ദയറയിലെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ 4:45 4:45 ദേവാലയത്തിലെ മണി അടിക്കും. തുടർന്ന് രാത്രി നമസ്കാരവും പ്രഭാത നമസ്കാരവും അതുപോലെ 3-ാം മണിയുടെയും മധ്യാഹ്ന നമസ്കാരവും നടത്തും. പരിശുദ്ധ പാമ്പാടി തിരുമേനിയും മാർ ഇവാനസ് തിരുമേനിയും അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തും. വിശുദ്ധ കുർബാനയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് നമസ്കാരവും, സാധാരണ ദിവസങ്ങളിൽ 7 മണിക്ക് നമസ്കാരവും 7:30 വിശുദ്ധ കുർബാനയും ആരംഭിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ 7:10 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുകയും 10 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അതുപോലെ എല്ലാ ദിവസങ്ങളിലും 5:30 മണിക്ക് സന്ധ്യാനമസ്കാരം ദയറ ചാപ്പലിൽ ആരംഭിക്കും. പരിശുദ്ധ തിരുമേനിയുടെ കാലഘട്ടം മുതലേ ഈ ചാപ്പലിലെ നമസ്കാരം 5:30 മണിക്കായിരുന്നു. അതെന്നും തുടർന്നു വരുന്നു. അതുപോലെ ഈ ദയറ ചാപ്പലിലെ
ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ഇപ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ്. ഏപ്രിൽ 4, 5 തീയതികളിൽ ആഘോഷിക്കുന്നു. അത് വലിയ നോയമ്പിൻ്റെ മധ്യത്തിലോ അതിൻ്റെ സമാപനത്തിലോ ഒക്കെ വരുന്ന സന്ദർഭത്തിൽ സൗകര്യാർത്ഥം വെള്ളിയും ശനിയുമായി നടത്താറുണ്ട്. പരിശുദ്ധ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പെരുന്നാളായി ആഘോഷിച്ചിരുന്നത് ജനുവരി 15 ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാളായിരുന്നു. കൺവെൻഷൻ യോഗങ്ങളോടുകൂടിയാണ് മാതാവിൻ്റെ വിത്തുകളുടെ പെരുന്നാൾ ജനുവരി 15 വളരെ ആഘോഷമായിട്ട് തിരുമേനിയുടെ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. എന്നാൽ തിരുമേനിയുടെ ദേഹവിയോഗത്തിന് ശേഷം ആ പെരുന്നാൾ ഇവിടെ അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കാതെ എന്നാൽ ആഘോഷങ്ങളൊക്കെയും കുറച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. അതുപോലെ ജൂലൈ 15 ദേറ ചാപ്പലിന് തറക്കല്ലിട്ട ദിവസം. എല്ലാ വർഷവും ജൂലൈ 15 കല്ലിട്ട പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതിലും ധാരാളം ആൾക്കാർ സംബന്ധിക്കുന്നുണ്ട്. പിന്നീടുള്ള പെരുന്നാൾ കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തയായിരുന്ന പാറേട്ട് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് മാസം 30, 31 തീയതികളിൽ ഭക്തിപൂർവ്വം ദേറായിൽ ആഘോഷിച്ചു വരുന്നു. വൈദേശികരോടാ ആശയവിനിമയമാ ദൗത്യത്തിനു നിയോഗിതനാ തിരുസഭയുടെ തിരുസന്നിധിയിൽ കരഗതമാ കൈപ്പടവടിവിൽ പരഹൃദയം ആകർഷിതമാ ഭാഗ്യകരം പദവികളാർജിച്ചു. ഇക്കാലത്താണ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സന്തത സഹചാരികളായ 2 പേർ ദയറായിലെത്തുന്നത്. മത്തായിച്ചേട്ടൻ എന്നറിയപ്പെട്ട പടിഞ്ഞാറേക്കര മത്തായിയും തോമസ് എന്ന പൊട്ടനുമായിരുന്നു അവർ. പിടിയേരി പിരിവായിരുന്നു മത്തായിച്ചേട്ടന്റെ കർമ്മം. ഊമനും ബധിരനുമായിരുന്ന പൊട്ടൻ തിരുമേനിയുടെ പാചകക്കാരനായി. സഹോദര തുല്യരായാണ് റമ്പാച്ചൻ ഇവരെ കണ്ടത്. നിശബ്ദനായ പൊട്ടൻ തിരുമേനിയുടെ ജീവിതാന്ത്യം വരെ അദ്ദേഹത്തെ പരിചരിച്ചു. തിരുമേനി മനസ്സിൽ വിചാരിക്കുന്നത് പൊട്ടൻ അറിയാമായിരുന്നു. പൊട്ടൻ മരിക്കുമ്പോൾ താൻ വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്ത് കബറടക്കണമെന്ന് പരിശുദ്ധ പാമ്പാടി തിരുമേനി കൽപ്പിച്ചിരുന്നു. അതനുസരിച്ച് 1971 ജൂലൈ 28 മരിച്ച പൊട്ടനെ
തിരുമേനിയുടെ ഖബറിനടുത്താണ് ഖബറടക്കിയിരിക്കുന്നത്. നിരന്തരമായ പ്രാർത്ഥന, ഹൃദയം പൊടിഞ്ഞുള്ള അപേക്ഷ, അതായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതചര്യ. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. കാനോനികമായ പ്രാർത്ഥനകൾ ഒന്നും ഒഴിവാക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അതുപോലെ ഒരുക്കത്തോടെ അല്ലാതെ കൂദാശകൾ അനുഷ്ഠിക്കുന്ന സ്വഭാവവും അദ്ദേഹത്തിനില്ലായിരുന്നു. പ്രാർത്ഥനയുടെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു കൗമ പോലും അല്ലെങ്കിൽ ഒരു വള്ളിയോ പുള്ളിയോ വിസർഗത്തിനോ വ്യത്യാസം വരാതെ പ്രാർത്ഥനാ പുസ്തകത്തിലെ എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു പരിപാടി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പിതാക്കന്മാരൊക്കെയും വളരെ കരുതലോടുകൂടി കുഞ്ഞു മക്കളെ ഇത് നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. നമ്മളുടെ ഇഷ്ടത്തിന് അത് വിട്ടുകളയുന്നതോ അതോട് കൂട്ടിച്ചേർക്കുന്നതോ ദൈവശിക്ഷയ്ക്ക് കാരണമായി തീരും, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ക്രമം അനുസരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. തിരുമേനി നേരെ അത്താഴമേശ കഴിഞ്ഞതിൻ്റെ ശേഷം 9-9:30 കൂടുതൽ സമയം അങ്ങനെ ഇരിക്കാറില്ല. ആ സമയത്ത് നേരത്തെ കിടക്കും. കിടക്കുന്ന സമയത്ത് പിറ്റേ ദിവസം കുർബാനയോ അല്ലെങ്കിൽ മറ്റതുപോലെ ആവശ്യപ്പെട്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരെയും കിടക്കാനായിട്ട് അനുവദിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അവിടെ വിളിച്ച് കുഞ്ഞെ നാളെ ഇന്ന കാര്യമുണ്ട്, ഇന്നതുപോലെയാണ്, നീ ഇതൊക്കെ മനസ്സിലാക്കാൻ പറഞ്ഞ് ആ സർവീസിൻ്റെ എല്ലാ ക്രമങ്ങളും തലേ ദിവസം തന്നെ നോക്കിയിരിക്കും. നോക്കിയിട്ട് അത് പറഞ്ഞു തരും. പറഞ്ഞു തന്ന് ഒക്കെ ആ പാഠമെല്ലാം ശരിയാക്കി പഠിച്ചതിൻ്റെ ശേഷമാണ് അന്ന് കിടക്കുന്നത്. അങ്ങനെയാണ് ഓരോ സർവീസും നടത്തുന്നത്. തലേ ദിവസം നോക്കാതെ കണ്ട് ഒരിക്കലും തിരുമേനി തക്സ നോക്കാതെ കണ്ട് ഒരു ദിവസം എത്ര അറിയാവുന്നതാണെങ്കിലും അങ്ങനെ നോക്കാതെയും തലേ ദിവസം അത് റിപ്പയർ ചെയ്യാതെയും തിരുമേനി ഒരിക്കലും ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. കൊടുക്കുക, വീണ്ടും കൊടുക്കുക, അതായിരുന്നു റമ്പാച്ചൻ്റെ ജീവിതം. ഭക്ഷണം, വസ്ത്രം, പണം, കയ്യിലുള്ളതും കടം വാങ്ങിയതും കൊടുത്തു. ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കും കൊടുത്തു. ചോദിച്ചതിലധികവും നൽകി. മുമ്പിലിരുന്ന ഭക്ഷണം പോലും ദാനം ചെയ്യുന്നതായിരുന്നു റമ്പാച്ചൻ്റെ പതിവ്. പക്ഷേ കൊടുക്കുന്നതിലധികം വന്നു ചേരുക എന്നതായിരുന്നു അനുഭവം. നോമ്പിലും പ്രാർത്ഥനയിലും ഒക്കെ വളരെ നിഷ്ഠയുള്ള തിരുമേനിയുടെ ഒരു പ്രത്യേകത ദാനധർമ്മം ആയിരുന്നു. പാവപ്പെട്ടവരോടുള്ള ദീനാനുകമ്പ അത് വളരെയായിരുന്നു. കിട്ടുന്നതെല്ലാം തിരുമേനി പാവപ്പെട്ടവർക്ക് പെറുക്കി കൊടുക്കുമായിരുന്നു. കൊടുക്കും തോറും ഏറിടുമെന്നുള്ളത് തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യർക്ക് സഹായിക്കുന്നതോടൊപ്പം തന്നെ ജീവജാലങ്ങളെയും തിരുമേനി സ്നേഹിച്ചിരുന്നു. ഇവിടുത്തെ പ്രാക്കളെ, ആ പ്രാവിനെല്ലാം തീറ്റി കൊടുക്കുന്ന തിരുമേനിയാണ്. തിരുമേനി പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം നോക്കി അവരെല്ലാം പറന്നു വരും. തിരുമേനി അന്ന് ചെറിയ കൊട്ടയിൽ നെല്ലെടുപ്പിച്ചുകൊണ്ട് വരും. ഞങ്ങളൊക്കെ നെല്ലെടുത്തുകൊണ്ട് തിരുമേനിയുടെ കൊടുക്കും. തിരുമേനി അവർക്കെല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ തിരുമേനിയുടെ കയ്യിലും പുറത്തും തലയിലും ഒക്കെ വന്ന് പ്രാക്കളിരിക്കും. പക്ഷേ അതുങ്ങൾക്ക് ഒരു പേടിയില്ല. തിരുമേനിയെ പോലെ തന്നെ നിഷ്കളങ്കമായി ജീവിക്കുന്ന ആ പ്രാക്കളെ കാണുമ്പോൾ തിരുമേനിയാണോ പരിശുദ്ധൻ, ഈ പ്രാക്കളാണോ പരിശുദ്ധൻ എന്ന് തോന്നിപ്പോവും. അത്രമാത്രം നിഷ്കളങ്കതയോടെ തിരുമേനി ഈ പ്രാക്കളെ സ്നേഹിച്ചിരുന്നു. പ്രാക്കളും തിരുമേനി അതുപോലെ സ്നേഹിച്ചിരുന്നു. ഞാൻ കണ്ട ഒരു അനുഭവം പറയാം. ഈ അടുത്തുള്ള വീട്ടിലൊരു പട്ടി, അത് ക്രമമായിട്ട് ഇവിടെ വരും. തിരുമേനി ഭക്ഷണം കഴിക്കുന്ന ആ സമയം നോക്കി അവിടെ വാതിൽക്ക് വന്ന് കിടക്കും. അപ്പം തിരുമേനി ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ ജനലിക്കൂടെ ഈ പട്ടിക്ക് ഇട്ട് കൊടുക്കും. ഊണ് കഴിയുമ്പോൾ കുറച്ച് ചോറ് എടുത്തുകൊണ്ട് അവിടെ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ പതിവായിട്ട് വന്ന് കഴിക്കും. തിരുമേനി ഇവിടെ ഇല്ലാത്ത സമയം വരുമ്പോഴേ നോക്കി തിരുമേനി ഇല്ലെന്ന് കണ്ട് അന്നേരം പോവുകയും ചെയ്യും. ഇത് ഒരു ദിവസം ഈ പട്ടി വന്നപ്പോൾ തിരുമേനി പറഞ്ഞു ഇവൾ ഗർഭിണിയാണ്. അതിനെപ്പറ്റി തിരുമേനി കൂടുതൽ അനുകമ്പ തോന്നി. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് പട്ടിയെ കണ്ടില്ല. ഏതായാലും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പട്ടി വന്നു. ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ പട്ടിയാണ്. അപ്പോൾ തിരുമേനി അതിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പട്ടി ഈ കുഞ്ഞിനെയും കടിച്ചുകൊണ്ട് വന്നു. ഈ തിണ്ണയിൽ ഇട്ടു. എന്നിട്ട് ഈ പട്ടി നോക്കി നിൽക്കുക. തിരുമേനി ഇറങ്ങി വന്ന് അതിനെ കണ്ടു. പട്ടിക്ക് ചെറിയ കൂടെ തീറ്റയൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. തിരുമേനി പറയുമായിരുന്നു മനുഷ്യനേക്കാളും സ്നേഹമുള്ളതാണ് ഇവരൊക്കെ എന്ന്. സ്വയം എളിയവനായി കണക്കാക്കിയ പരിശുദ്ധ പാമ്പാടി തിരുമേനി ആരെയും ചെറുതാക്കി സംസാരിക്കാനോ തുച്ഛീകരിക്കാനോ അനുവദിച്ചിരുന്നില്ല. ദൈവഭക്തിയാണ് അങ്ങേയറ്റം.
പിന്നെ നല്ല പിന്നെ എല്ലാവരോടും നല്ല സ്നേഹം, എപ്പോഴും ആളുകൾ വരികയും കാണുകയൊക്കെ ചെയ്യുന്നു, വളരെ താല്പര്യമായിട്ട്. ഒരു വാക്ക് പോലും പിന്നെ അരുതാത്തതായിട്ടോ പറയത്തില്ല. അത് വളരെ ഒരു വലിയ സംഗതിയായി. ഒരു ശത്രുവാണേലും ഒരിക്കലും അവരെ താത്തുകെട്ടിയോ അവരെ ക്ഷീണിപ്പിച്ചോ ഒന്നും പറയില്ല. വേദനയോടെ പദവികൾ ഭരമേൽപ്പാൻ പ്രേരിതനായി തീർന്നു. രാവും പകലും പ്രാർത്ഥിച്ചു, ഇടതടവില്ലാ ദിവസങ്ങൾ കണ്ണീരിൽ കൈകൾ കഴുകി പ്രാർത്ഥനകൾക്കുത്തരമായി പരിശുദ്ധാത്മാവിൻ വഴി ചേർന്നു. 1911 മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കുര്യാക്കോസ് റമ്പാനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. പക്ഷേ പ്രാർത്ഥനയിലും തൻ്റെ പിതാവിനോടുള്ള സംസർഗത്തിലും കഴിയാൻ ആഗ്രഹിച്ച റമ്പാച്ചൻ ഒഴിഞ്ഞുമാറി. തനിക്ക് പരിചയമുള്ള എല്ലാവരെ കൊണ്ടും റമ്പാച്ചൻ ശുപാർശ ചെയ്യിച്ചു തന്നെ ഒഴിവാക്കണമെന്ന്. 18 വർഷം ഈ ശ്രമം വിജയിച്ചു നിന്നു. രണ്ടാമത്തെ കാതോലിക്കായി വാഴിച്ചു. കാലം ചെയ്തപ്പോൾ പിന്നെ കാലം ചെയ്ത ഉടനെ മൂന്നാമത്തെ കാതോലിക്കായി വാഴിക്കാനുള്ള ആലോചനയായി. അപ്പം പിന്നെ മെത്രാച്ചന്മാരെയും കൂടെ വാഴിക്കണമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇദ്ദേഹം അതിന് പിന്നെ എതിരായിരുന്നു. പിന്നെ സമ്മതം ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ കോട്ടയുടെ വലിയ അച്ഛന്മാരും പള്ളിയിലെ പല പല പ്രമാണികളും, പ്രത്യേകിച്ച് പിന്നെ കണ്ണൂഴി കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ കണ്ണൂരി ജില്ലയുടെ മകൻ, വളരെ മെത്രാജൻ്റെ അവിടെ മെത്രാജൻ്റെ എല്ലാ കാര്യത്തിനും അന്വേഷിക്കുന്നവരുത്തിന് വലിയ താല്പര്യമാണ്. അവരെല്ലാം കൂടെ വന്ന് നിർബന്ധിച്ച് തിരുമേനിയെ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സമ്മതിച്ചത്. തിരുമേനി പാമ്പാടിയിൽ ഇരിക്കുന്ന കാലത്തും ഞാൻ പാമ്പാടിക്ക് പോകാറുണ്ടായിട്ടുണ്ട്. അന്ന് കന്നുകുഴിയിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മാച്ചൻ്റെ ഭാര്യയുടെ വീട്ടിൽ, തങ്കച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കാളവണ്ടിയിൽ പോവുക. അപ്പോൾ തിരുമേനി ഞങ്ങളൊക്കെ അനുഗ്രഹിക്കും. അവിടെ ഇരുന്ന് കുറേ നേരം തിരുമേനിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തിരുമേനി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നീങ്ങുന്ന നീക്കായിരുന്നു പാമ്പാടിയിൽ ചെന്നാൽ. ഞാൻ പഴയ കാലത്ത് കേട്ടിട്ടുണ്ട്, തിരുമേനിക്ക് അന്ന് തിരുമേനിയാവാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് അന്നത്തെ പ്രമാണിയായ KK മാണിയാണ് അതിലെ ശാഠ്യം പറഞ്ഞത്. അച്ഛൻ തിരുമേനി ആവണം, ഞാൻ തിരുമേനിസ്ഥാനെ ഏൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്കതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. അവ പറഞ്ഞു അച്ഛന് എന്ത് വേണമെങ്കിൽ ഞാൻ ഇവിടെയുണ്ട്, എന്നെ തന്നെ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ബാബ തിരുമേനിസിനോട് ചെന്നിട്ട് ഞാൻ പട്ടം മേക്കാൻ തയ്യാറാണ്, സമ്മതപത്രം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഈ തിരുമേനി പോയി പട്ടം ഏറ്റു വന്നിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. റമ്പാച്ചൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് 1929 ഫെബ്രുവരി 16 കോട്ടയം മാർ ഏലിയ ചാപ്പലിൽ വെച്ച് പൗരസ്ത്യ കാതോലിക്ക മോറാൻമാർ ബെസേലിയൂസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ, വട്ടശ്ശേരിൽ മാർ ദീവന്നാസിയൂസ് മലങ്കര മെത്രാപ്പൊലീത്ത, ബഥനിയുടെ മാർ ഈവാനിയൂസ് എന്നിവരുടെ സഹകരണത്തോടെ കുര്യാക്കോസ് റമ്പാനെ എപ്പിസ്കോപ്പയായി വാഴിച്ചു. പരിശുദ്ധ പരിമല തിരുമേനിയെപ്പോലെ പ്രാർത്ഥനാ മനുഷ്യനും അത്ഭുത പ്രവർത്തകനുമായിരുന്ന പാമ്പാടി കുര്യാക്കോസ് റമ്പാനെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ വടിയും ഗ്രിഗോറിയോസ് എന്ന സ്ഥാനനാമവും നൽകി തൻ്റെ ആത്മീയ പിൻഗാമിയായിട്ടാണ് സഭ വാഴിച്ചത്. ആ അംശവടി ഇന്നും പാമ്പാടി ദയറായിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1934 ജൂൺ 1 അദ്ദേഹത്തെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തി. തനിക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളിലൊന്നായിരുന്നു ഉയർന്ന വിദ്യാഭ്യാസം. പാമ്പാടിയിൽ അതിനുള്ള സൗകര്യമില്ലാത്തതായിരുന്നു മുഖ്യ കാരണം.
പരിശുദ്ധ പാമ്പാടി തിരുമേനി മെത്രാൻ സ്ഥാനമേറ്റ ഉടൻ തന്നെ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. തിരുമേനിക്ക് സാധാരണ വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. മഠത്തിൽ ആശാൻ ആണ് തിരുമേനിയുടെ ഗുരു. ആശാനെ പറ്റി തിരുമേനിക്ക് വളരെയേറെ ഭക്തിയും ആദരവും ഉണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസത്തിൽ ആളുകൾക്ക് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു തിരുമേനി. അതുകൊണ്ട് പാമ്പാടി MGM മിഡിൽ സ്കൂള് ആരംഭിക്കുന്ന സമയം തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ട കരിങ്ങനാമറ്റത്തിലെ വലിയ മാനേര് കൊച്ചുകോരച്ചേട്ടൻ എന്ന് പറയും, അദ്ദേഹം വന്ന് തിരുമേനിയോട് ഒരു സ്കൂൾ തുടങ്ങുന്ന കാര്യം ചോദിച്ചു. തിരുമേനി അതിനെല്ലാ പ്രേരണയും കൊടുത്തു. ആ വല്യപ്പനെ, കൊച്ചുകോരച്ചേട്ടൻ്റെ അപ്പൻ കരിങ്ങനാമറ്റത്തിലെ ഒരു വല്യപ്പനുണ്ടായിരുന്നു. അദ്ദേഹം തിരുമേനിയുടെ ഒരു സന്തത സഹചാരിയായിരുന്നു. തിരുമേനി പാമ്പാടി പള്ളിയിൽ റമ്പാച്ചനായിട്ട് താമസിക്കുന്ന സമയത്തൊക്കെ ആ വല്യപ്പൻ എപ്പോഴും കൂടെയുണ്ട്. കുടുംബത്തിലെ വല്യപ്പൻ എന്നുള്ള നിലയിൽ തിരുമേനിക്കും അദ്ദേഹത്തോട് വലിയ മതിപ്പായിരുന്നു. ആ കുടുംബത്തിന് തിരുമേനിയോടുള്ള താല്പര്യത്തെ കരുതി ഈ സ്കൂൾ തുടങ്ങുമ്പോൾ കൊച്ചുകോരച്ചേട്ടൻ MGM സ്കൂളെന്നാണ് തുടങ്ങിയത്. തിരുമേനിയുടെ പേരിൽ തന്നെ മിഡിൽ സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം അത് ഹൈസ്കൂളായി നല്ല നിലവാരം ഉള്ള ഒരു സ്കൂളായിട്ട് മാറുവാൻ ഇടയായത് തിരുമേനിയുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. ഇന്നും ആ സ്കൂളും അതിൻ്റെ ചുമതലക്കാരും വീട്ടുകാരും ഒക്കെയും എല്ലാ വർഷവും സ്കൂളിൻ്റെ വാർഷികത്തിന് മുമ്പായിട്ട് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കവറുകൾ കൊണ്ടുവന്ന് തീർത്ഥാടകരായിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. തിരുമേനിയുടെ 30-ാം ദിവസം അടിയന്തരം വളരെ ആഘോഷമായിട്ട് നടത്തി. അന്നത്തെ കാലത്ത് 1001 പറ അരി വെച്ച് വലിയ സദ്യ. അന്ന് തന്നെ തിരുമേനിയുടെ സ്വഭാവത്തിന് ചേർന്ന അഗതി മന്ദിരം MGM അഭയഭവൻ ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ ബാലഭവൻ, അത് 1985 തിരുമേനിയുടെ ജന്മശതാബ്ദി ആഘോഷിച്ചപ്പോൾ ബാലഭവൻ തുടങ്ങി അനാഥ കുട്ടികൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ ഇവിടെ ITC പാറീട്ടുമാർ ഈവാനിയൂസ് തിരുമേനിയുടെ നാമത്തിൽ ITC തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. പാമ്പാടി തിരുമേനിയുടെ നാമത്തിൽ KG കോളേജ് പാമ്പാടിയിൽ ആരംഭിച്ചു. എല്ലാവിധത്തിലും യൂണിവേഴ്സിറ്റിയിൽ 1-ാം സ്ഥാനത്ത് എത്തത്തക്കവണ്ണം കോളേജിന് പുരോഗതി ഉണ്ടായത് ആ തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. തിരുമേനിയുടെ കബറിടത്തിൻ്റെ നേർക്ക് നേരെയുള്ള കിളിമല കുന്നിലാണ് KG കോളേജ് പ്രവർത്തിക്കുന്നത്. 1983 ഇവിടെ ഒരു സ്കൂള് ബാബാ തിരുമേനിയുടെ പേരിൽ സഭയുടേതായിട്ട് ആരംഭിച്ചു. അതാണ് BMM സ്കൂള്. അത് വളർന്നിന്ന് CBSE സ്കൂളായി 10,500 കുട്ടികളെ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി തീരുവാനിടയായി. ഈ അടുത്ത കാലത്ത് നമ്മൾ ആരംഭിച്ചൊരു പുതിയ പ്രസ്ഥാനമാണ് ആശാകിരൺ. അവഗണിക്കപ്പെട്ട് കഴിയുന്ന എയ്ഡ്സ് രോഗികളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തൻ സ്കൂളിൽ ആരംഭിച്ച പാമ്പാടിയുടെ ഉന്നത വിദ്യാഭ്യാസ വിപ്ലവം ഇന്നും തുടരുകയാണ്. തിരുമേനിയുടെ കാലശേഷം പൊത്തൻപുറത്തും പരിസരത്തുമായി എല്ലാ മേഖലയിലും ഉൾപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയർന്നു വന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ വിദ്യാഭ്യാസ സഹായം നൽകിയ പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് തൻ്റെ കാലശേഷവും തൻ്റെ സഹായഹസ്തം നീട്ടാനുള്ള ഉപാധികളാണവ. അതോടൊപ്പം തൻ്റെ ജീവിതവ്രതമായിരുന്ന മാനവ സേവനത്തിനുതകുന്ന സ്ഥാപനങ്ങളും ഇന്ന് പൊത്തംപുറത്ത് തല ഉയർത്തി നിൽക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ഗ്രിഗോറിയോസ് എപ്പിസ്കോപ്പ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് പരിശുദ്ധ പാമ്പാടി തിരുമേനി എന്ന പേരിലാണ്. അദ്ദേഹം പാമ്പാടി മാർ കുര്യാക്കോസ് ദയറായുടെ പരിമിതികൾക്കുള്ളിൽ തന്നെ താമസം തുടർന്നു. ഭരണത്തേക്കാൾ അധികം പ്രാർത്ഥനയിലും മാനവ സേവനത്തിലുമായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് താൽപ്പര്യം. ജാതിമത ഭേദമന്യേ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടു. കുഷ്ഠരോഗികളെ പോലും അദ്ദേഹം വാരിപ്പുണർന്നു. കോട്ടയം ഇടവക മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ വിശാലമായ ഭദ്രാസന ഭരണത്തോടൊപ്പം മലങ്കര സഭയുടെ പൊതുകാര്യങ്ങളിലും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിന്നു. ഭൗതിക സമ്പത്തിൽ താൽപ്പര്യമില്ലാതിരുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനിയാണ് 1935 ആദ്യ കാതോലിക്കേറ്റ് നിധി സംഭരണത്തിന്റെ കൺവീനറായി സേവനമനുഷ്ഠിച്ചത്. ഒരിടത്തും ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമുള്ള പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് നിർബന്ധമായിരുന്നു. തിരുമേനിക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ പാക്ക് ചെയ്താണ് സാധാരണ പോകുന്നത്. ബെഡ്, കാപ്പക്കൂട്ടങ്ങൾ, അതുപോലെ ഉപയോഗിക്കുന്നുള്ള കിണ്ടികോളാമ്പികൾ, ഇതൊക്കെയും സാധാരണ കൊണ്ടുപോകുമായിരുന്നു. പെരുന്നാളിന് സാധാരണ
പെരുന്നാളിൻ്റെ തലേ ദിവസം പോയി പിറ്റേ ദിവസം പെരുന്നാൾ ചടങ്ങ് കഴിഞ്ഞ് പോരും. എന്നാൽ കൺവെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നിലയ്ക്കപ്പള്ളിയിലും അതുപോലുള്ള പള്ളികളിലൊക്കെ ഉള്ള കൺവെൻഷനിൽ ആ കാലത്ത് ഒരാഴ്ചയൊക്കെ താമസിക്കുമായിരുന്നു. അതുപോലെ സമുദായ കേസിൻ്റെ പണപ്പിരിവിന് യാത്ര പോയാൽ അത് ചിലപ്പം മാസങ്ങൾ വരെ നീണ്ടുപോകാറുണ്ടായിരുന്നു. പ്രത്യേക ചുട്ടുകളൊന്നും തിരുമേനി ഭക്ഷണത്തെ സംബന്ധിച്ച് സ്വീകരിച്ചിരുന്നില്ല. സാധാരണ ഭക്ഷണങ്ങൾ, സാധാരണ ദിവസങ്ങളാണെങ്കിൽ രാവിലെ കാപ്പിയും ചെറിയ എന്തെങ്കിലും ഭക്ഷണവും, അത് കഴിഞ്ഞാൽ 12 മണിക്ക് പള്ളിയിൽ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് ചോറും സാധാരണ കറികളും മാത്രമാണ് പ്രിയപ്പെട്ടിരുന്നത്. പ്രത്യേക ഭക്ഷണത്തെപ്പറ്റി തിരുമേനി ആഗ്രഹിച്ചിരുന്ന ആളല്ല. നോമ്പ് കാലങ്ങളിൽ ഉച്ച നമസ്കാരത്തിനും അതുപോലെ 22 നമസ്കാരം കഴിഞ്ഞിട്ടാണ് തിരുമേനി സാധാരണ എന്തെങ്കിലും വെള്ളം കുടിക്കുകയും വല്ല പുട്ടോ അതുപോലുള്ള ചെറിയ ഭക്ഷണങ്ങളെന്തെങ്കിലും അല്പം കഴിക്കുകയും ചെയ്യുന്നത്. നോമ്പ് കാലങ്ങളിൽ വൈകിട്ട് സന്ധ്യയ്ക്ക് മാത്രമേ കഞ്ഞി കുടിക്കുള്ളായിരുന്നു. ജീവനും രാജ്യ മസിഹായെ സ്നേഹിച്ചോരേ യോഗ്യന്മാരാ ഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ കണ്ണുകളാൽ കണ്ടിട്ടില്ലേ ഇല്ലേ കൽപ്പിച്ചിട്ടും. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ശക്തി അപാരമായിരുന്നു. ഉപവാസത്തോടെ ഹൃദയം നുറുങ്ങി കണ്ണീരോട് കൂടിയുള്ള ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലയേറിയതായിരുന്നു. രോഗികളും ആലംബഹീനരും അനാഥരും കുട്ടികളില്ലാത്തവരും ആ പ്രാർത്ഥനാ സഹായം അർത്ഥിച്ചെത്തി. അവരെ അനുഗ്രഹിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്വാർത്ഥത തീണ്ടാത്ത ആ പ്രാർത്ഥന ദൈവം കേട്ടു. ശരണാർത്ഥികൾ ആശ്വാസം പൂണ്ടു. ഇവയ്ക്ക് മകുടം ചാർത്തിയ സംഭവമായിരുന്നു കുന്നംകുളത്തെ പ്ലേഗ് ബാധ. 1935 കുന്നംകുളം പട്ടണത്തെ പ്ലേഗ് ഗ്രസിച്ചു. അനേകർ മരിച്ചു വീണു. സർവരും ഭീതിയുടെ നിഴലിലായി. അവിടേക്ക് എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ച് ഈ മനുഷ്യസ്നേഹി കടന്നു ചെന്നു. അവരുടെ ഇടയിൽ താമസിച്ച് അവർക്കായി അവരോടൊപ്പം പ്രാർത്ഥിച്ചു. രോഗികളെ സന്ദർശിച്ചു. ദൈവം അത്ഭുതകരമായി ഈ മാരക പകർച്ചവ്യാധി ഒഴിവാക്കിക്കൊടുത്തു. പരിശുദ്ധ പാമ്പാടി തിരുമേനി കുന്നംകുളം ദേശത്തേക്ക് പ്ലേഗ് ബാധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കടന്നു വരികയും ദേവാലയങ്ങളിലെ നിരന്തരമായി പ്രാർത്ഥനകൾ നടത്തുകയും കുന്നംകുളം അങ്ങാടികളിലൂടെ കൊടിയും സ്ലീബായും പിടിച്ച് നടപ്പന്തലിൽ ഒരു പ്രദക്ഷിണം പോലെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് വീടുകളുടെ മുൻപിലൂടെ തിരുമേനി കടന്നു പോകുന്ന ആ ചിത്രം അന്നത്തെ ആളുകൾ പറഞ്ഞ് ഇന്നും ഞങ്ങളുടെ മനസ്സിലത് പച്ച പിടിച്ച് നിൽക്കുന്നു. പാമ്പാടി തിരുമേനി പ്ലേഗിൻ്റെ കാലത്തോടെ വരുമ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
എനിക്ക് 10-11 വയസ്സേ അന്ന് പ്രായമുള്ളൂ. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ഈ പള്ളിയുടെ നേരെ പറവളപ്പല വീട്ടിലത്തെ ഒരു മകനാണ് അന്ന് ഈ പ്ലേഗ് വേലും മരിക്കുകയുണ്ടായത്. അന്ന് ഞങ്ങളെല്ലാവരും സ്കൂളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ വീട്ടിലേക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് ഇങ്ങനെ ഭയങ്കരമായ സുഹൃത്തുക്കൾ നടന്നിട്ട് ഇവിടെ പെട്ടെന്ന് ആളുകൾ പ്ലേഗിൽ മരിച്ചിരുന്നത്. ആ സമയത്താണ് തിരുമേനി ഇവിടെ വന്നത്. ആ തിരുമേനി ഇവിടെ വന്നിട്ട് ഇവിടെ ധൂപ പ്രാർത്ഥന നടത്തി ഈ വീതികളിൽ കൂടെ എല്ലാം നടന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇവിടെ വരുമ്പോൾ വലിയൊരു കൂട്ടം ഞാനും അതിൽ കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാര്യങ്ങൾ ചെറുപ്പമായതുകൊണ്ട് മുഴുവൻ എനിക്ക് വ്യക്തമായിട്ടിപ്പോൾ പറയാനായിട്ട് കഴിയില്ല. എങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ തിരുമേനി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ ഭയങ്കരമായൊരു ജനകൂട്ടം ഈ രോഗത്തൊന്നും ഭയപ്പെടാതെ തിരുമേനിൻ്റെ കൂടെ എപ്പോഴും വന്നിരുന്നു. തിരുമേനി വന്ന് ഈ ധൂപപ്രാർത്ഥന നടത്തി അങ്ങനെ ഈ പള്ളിയുടെ ആ തട്ടിൻ്റെ മുകളിലുള്ള റൂമിലാണ് താമസിച്ചിരുന്നത്. അങ്ങോട്ട് കയറി പോകുമ്പോൾ പട്ടക്കാരോടും ശുശ്രൂഷക്കാരും കൂടെ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും പ്രത്യേകമായിട്ട് കരുതുകയും ചെയ്തിരുന്നു. തിരുമേനിനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട സമയത്തൊക്കെയും തിരുമേനിക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ എൻ്റെ മക്കൾ എനിക്കിപ്പോൾ ഒന്നും തരണ്ട, നിങ്ങൾക്കാണ് ഞാൻ തരേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരുമേനി ഞങ്ങളെ നിർബന്ധിക്കും. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചാൽ മാത്രമേ തിരുമേനി എന്തെങ്കിലും മേടിക്കാറുള്ളൂ. എന്നാൽ പലപ്പോഴും എന്തെങ്കിലും തരാതെ ഞങ്ങളെ അയക്കുന്ന തിരുമേനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഒരു പഴങ്കിലും തന്നിട്ട് നിർബന്ധിച്ച് മേടിച്ചിട്ട് പോയുള്ളൂ. അതിനുശേഷം എൻ്റെ ജീവിതകാലത്ത് പലപ്പോഴും ഞാൻ പാമ്പാടിയിൽ വന്ന് തിരുമേനിൻ്റെ അടുത്ത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെന്നിട്ടുണ്ട്. ഞാൻ ചെന്നുള്ള ആവശ്യങ്ങളെല്ലാം ദൈവം എനിക്ക് തിരുമേനിൽ കൂടെ നടത്തി തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഇടവകയിൽ, പ്രത്യേകിച്ച് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക, അതൊരു ഗ്രാമപ്രദേശമാണ്. ആ ഇടവകയിലെ ദേവാലയവും ദേവാലയത്തോട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും ഒക്കെ താമസമൊക്കെ ഉണ്ടെങ്കിലും അവിടെ വെള്ളം ലഭിക്കാൻ വളരെ പ്രയാസമായിരുന്നു. ആ ദേവാലയത്തിൻ്റെ പരിസരത്ത് 3-4 കിണറുകൾ കുഴിപ്പിച്ചെങ്കിലും വെള്ളമില്ലാതെ എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പരിശുദ്ധ പാമ്പാടി തിരുമേനി കുന്നംകുളത്ത് എഴുന്നള്ളി എന്ന് കേട്ടപ്പോൾ എൻ്റെ സ്വന്തം ഇടവകയിലെ എൻ്റെ പൂർവികന്മാരെ ഇക്കാര്യം പാമ്പാടി തിരുമേനി ചെന്ന് അറിയിക്കുകയും തിരുമേനി പറയുന്നിടത്ത് ഒരു കിണർ കുഴിക്കണമെന്ന് അവരെ ആലോചിച്ച് നിശ്ചയിക്കുകയും ചെയ്തു. തിരുമേനിയെ ഞങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. തിരുമേനി പള്ളി അകത്ത് വന്നു, ലുത്തിനിയ കഴിച്ചു, പ്രാർത്ഥിച്ചു, പുറത്തോട്ടിറങ്ങി കുറേ ആ നടപ്പന്തലിൻ്റെ കീഴിൽ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടന്ന് ഒരു പ്രത്യേക സ്പോട്ടിൽ വന്നപ്പോൾ അവിടെ തിരുമേനി നിന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക ഒരു സ്ഥാനം തിരുമേനി കാണിച്ചു. അവിടെ അത് കിണർ ഒരു കുറ്റി അടിച്ച് ആ കിണറിൻ്റെ സ്ഥാനം കാണിക്കുകയും ചെയ്തു. അവിടെ തിരുമേനി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ: മക്കളെ, ഉരുണ്ട് വരണ്ട് വെള്ളം ഉണ്ടായിക്കൊള്ളും, നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് ദേവാലയത്തിൽ കടന്നു വന്നു. ഇതിന് ശേഷം അവിടെ കിണർ കുഴിച്ചു. 40-45 അടി താഴ്ച ചെന്നപ്പോൾ വിരിച്ച കരിങ്കൽപ്പാറ ആണ് ആ കിണറിലെ കണ്ടത്. എല്ലാവരും ദുഃഖിതരായി. വെള്ളമില്ല, ആ പരിശുദ്ധൻ കാണിച്ച സ്ഥാനത്തും വെള്ളമില്ലാത്ത ഒരു അവസ്ഥ ജനങ്ങളെ വളരെയധികം നിരാശരാക്കി. പക്ഷേ ആ സമയത്ത് അവസാനത്തെ ദിവസം ജോലിക്കാരെ പണി അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോയതിന് ശേഷം അതിനടുത്ത് ഒരു കാപ്പിക്കട നടത്തിയിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ എന്നാണ്, അദ്ദേഹം ആ കിണറിൻ്റെ ചുറ്റും വന്ന് നോക്കി. ഇത്രയും മുനിവര്യനായ ഒരു പിതാവ് കിണറിൻ്റെ സ്ഥാനം കണ്ട് വെള്ളമില്ലല്ലോ, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കിണറ്റിൻ്റെ അടിയിലേക്ക് ഒരു കയറിലൂടെ ഇറങ്ങിപ്പോയി. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുമ്പ് കൊണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഇളവാങ്ക് എന്ന് പറയുന്ന ഒരു ആയുധവും കൊണ്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇറങ്ങി ആ കരിങ്കൽ പാറമേൽ മുഴുവനും ഇങ്ങനെ ധാരാളം ശബ്ദമുണ്ടാക്കി അതിൻ്റെ
അവിടെയൊക്കെ നടന്ന്. പക്ഷെ ഒരിടത്ത് അദ്ദേഹം അതുകൊണ്ട് ഒരു ഇടി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ കല്ലിൻ്റെ അംശം, വളരെ ചെറുത്, അവിടെ നിന്നത് അടർന്ന് വീഴുകയും അതിലൂടെ വെള്ളം ധാരാളമായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. കിണറ്റിനകത്ത് നിന്ന് തന്നെ ആ മനുഷ്യൻ വിളിച്ചു പോവുകയും വേഗം പുറത്തോട്ട് കിണറ്റിൻ്റെ മുകളിലേക്ക് കയറി വന്ന് ദേവാലയത്തിൽ മണിയടിച്ച് ആളുകൾ അവിടെ ധാരാളം തടിച്ചുകൂടി. അങ്ങനെ ഒരു സംഭവം, അത് ഒരു ബാലനായിട്ട് ഞാനും പങ്കെടുത്തത് ഓർക്കുന്നുണ്ട്. ഇന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കുന്നംകുളത്തുകാർ പ്രതിവർഷം പാമ്പാടി ദേറായിലെത്തുന്നു. കുന്നംകുളത്തുകാർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനേകായിരങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ തിരുസന്നിധിയിലെത്തുന്നു. ആ പുണ്യവാന്റെ പ്രാർത്ഥനാ സഹായങ്ങൾക്ക് നേർച്ച കാഴ്ചകളോടെ നന്ദി പറയാൻ, വീണ്ടും പ്രാർത്ഥിക്കാൻ. തിരുമേനി കാലം ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഒരു കുരിശുപള്ളി കുന്നംകുളത്ത് ആരംഭിച്ചു. കുന്നംകുളത്ത് അടുപ്പൂട്ടി സെൻറ്റ് ജോർജ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു കുരിശുപള്ളി പണിയിച്ചു. അവരെ വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ
ഒരു തിരുശേഷിപ്പ് എന്തെങ്കിലും വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബാബാ തിരുമേനി അനുവദിച്ചു. അതുകൊണ്ട് തിരുമേനിയുടെ ഒരു പല്ല് കുന്നംകുളത്ത് അടുപ്പൂട്ടി കൊണ്ടുപോയി സ്ഥാപിച്ചു. പാമ്പാടി തിരുമേനിയുടെ രണ്ടാമത്തെ കബറിടമാണ് എന്നാണ് കുന്നംകുളത്തുകാരിപ്പോൾ അടുപ്പൂട്ടി പള്ളിയെപ്പറ്റി പറയുന്നത്. പുതുപ്പള്ളി വലിയ പള്ളിയുടെ ഒരു ത്രോണോസ് പാമ്പാടി തിരുമേനിയുടെ നാമത്തിലാണ്. പാമ്പാടി വലിയ പള്ളിയിലും ഒരു ത്രോണോസ് തിരുമേനിയുടെ നാമത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സഭ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം പരിശുദ്ധനായിട്ട് ജീവിക്കുന്നു. 1953 പാറേട്ട് മാർ ഈവാനിയൂസ് മെത്രാപ്പോലീത്തയെ അസിസ്റ്റന്റായി നിയമിച്ചു. അതോടെ ഭരണഭാരം കൈമാറിയ പരിശുദ്ധ പാമ്പാടി തിരുമേനി പിന്നീടുള്ള സമയത്തിൽ ഭൂരിഭാഗവും സ്വർഗസ്ഥനായ തൻ്റെ പിതാവുമായുള്ള സംസർഗത്തിലാണ് ചെലവഴിച്ചത്. നശ്വരമായ ഭൗതിക ജീവിതത്തെ വിലമതിക്കാത്ത ആ പുണ്യപുരുഷൻ ചാപ്പലിനോട് ചേർന്ന് സ്വന്തം കബർ കുഴിച്ച് അതിനു മുകളിൽ കട്ടിലിട്ടിരുന്നാണ് ലോകത്തിനു വേണ്ടി മുഴുവൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു വന്നത്. തിരുമേനിയെ അവിടെ പിന്നെ ഈ തെക്ക് വടക്ക് വശത്ത് കബർ പണിത് കബർ മുറിയിലാണല്ലോ അവസാന കാലത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ മോനെ, ഇതൊക്കെ ഈ ലോകത്തിൻ്റെ ഗതികൾ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതു വിധമായാലും പൂർവന്മാരായ പിതാക്കന്മാർ ഇന്ന വിധത്തിൽ ഇന്ന പ്രകാരം എന്നോട് പ്രവർത്തിച്ചിരുന്നവരും ഞാൻ സ്നേഹിച്ചിരുന്നവരുമായ അനേകർ ഇത് കടന്നുപോയി. ഞാനും ഒരു ദിവസം ഇവിടുന്ന് പോകണമല്ലോ. ദൈവം ഒരു നല്ല അവസാനം തരാൻ. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഏത് വിധത്തിലായിരിക്കും ദൈവം കരുണ ചെയ്ത് ഒരു നല്ല അന്ത്യം തരാൻ വേണ്ടി ദൈവത്തോട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം, മറക്കരുത്. ഇങ്ങനെ കൂടെ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്നു. 1965 ഏപ്രിൽ 5 ആ പരിശുദ്ധ ജന്മത്തിൻ്റെ ഇഹലോകവാസം അവസാനിച്ചു. പാമ്പാടി മാർ കുര്യാക്കോസ് ദയറായിൽ വെച്ചായിരുന്നു ശാന്തമായ ആ അന്ത്യം. അന്ന് തൻ്റെ ശാശ്വത ഗൃഹമായ തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അദ്ദേഹം വാങ്ങിപ്പോയി. അഗാധമായ ദൈവഭക്തി, കവിഞ്ഞൊഴുകുന്ന സമസൃഷ്ടി സ്നേഹം, നിഷ്കളങ്ക മനസ്സ്, പരിമിതികളില്ലാത്ത ദാനശീലം, സാർവലൗകിക സാഹോദര്യം, ഇതായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. തിരുമേനി 1965 ഏപ്രിൽ 5 ഞായറാഴ്ച രാത്രി 2:35 കാലം ചെയ്തു. തിരുമേനി ജനിച്ചതും 1885 ഏപ്രിൽ 5 ഞായറാഴ്ചയായിരുന്നു. ഇപ്പോൾ 80-ാം ജന്മദിനത്തിലാണ് തിരുമേനി കാലം ചെയ്തത്. തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരുമേനി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ തിരുമേനിയുടെ കൈപ്പട്ടിയിലിരിക്കുന്ന പോക്കറ്റ് വാച്ച് എടുത്ത് നോക്കി. അപ്പോൾ അത് നിന്നിരിക്കുകയായിരുന്നു. കൃത്യം 2:35 അത് നിന്നിരിക്കുന്നത്. എപ്പോഴാണ് നിന്നെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും തിരുമേനി കാലം ചെയ്ത സമയം രാത്രി 2:35 ആയിരുന്നു. ഈ വാച്ചിന് 2:35 നിന്നിരിക്കുകയാണ്. ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു 4 മണിയായപ്പോൾ മൃതശരീരം പള്ളിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. തിങ്കളാഴ്ച രാത്രി തിരുമേനിയുടെ മൃതശരീരം തൻ്റെ സ്വന്തം ഇടവപ്പള്ളിയായ പാമ്പാടി പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ കബറടക്കത്തിൻ്റെ ഒരു ശുശ്രൂഷ നടത്തിയതിന് ശേഷം മൃതശരീരം വിലാപയാത്രയായി ദേറായിലേക്ക് കൊണ്ടുവന്നു. Bakudus kudushin hauga oyommo ai kyodusorios kinte dabarommo tamonatalo ho ashro ലക്കോഹനമ്മ ഓനുണ്ടു ഹോശോ ഓഹദോനഹു ആതാബ
sohau bai hu brom shi hosh buku buzorai hu hatru kudisho aba walhi kulahun sakal rosahu പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് ഈ പാമ്പാടി തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധനായ തിരുമേനി ജീവിച്ചിരുന്നപ്പോഴും കാലം ചെയ്തതിന് ശേഷവും ഒരു വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും, നാനാ മതസ്ഥരായിട്ടുള്ള ജനങ്ങൾ തിരുമേനിയെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. തിരുമേനി ഈ നാടിൻ്റെ ഒരു അനുഗ്രഹമാണ്. തിരുമേനിയുടെ ദാനശീലത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഈ നാട്ടിൽ അറിയാം. ധാരാളിത്തത്തിൽ നിന്നല്ല തിരുമേനി ദാനം ചെയ്തിരുന്നു, ഇല്ലായ്മയിൽ നിന്ന് ദാനം ചെയ്തിരുന്നു. പാവപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവരെ, ക്ലേശം അനുഭവിക്കുന്നവരെ തിരുമേനി സ്നേഹിക്കുകയും അതുപോലെ തന്നെ അവരെ പ്രത്യേകം കരുതുകയും ചെയ്തിരുന്നു. തിരുമേനിയുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങൾ ഈ പാമ്പാടി ദേറയുമായി ബന്ധിച്ചുണ്ട്. എനിക്കത് സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കാൻ, പങ്കാളിയാകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും നടക്കുമോ എന്ന് സംശയം ഉണ്ടായിരുന്ന കാര്യങ്ങൾ പോലും വളരെ വേഗത്തിൽ നടന്നിട്ടുള്ളതാണ് എൻ്റെ അനുഭവം. പരിശുദ്ധ തിരുമേനി ഈ നാടിനും ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും അധികം ആരാധനയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ആധ്യാത്മിക പിതാവാണ്. ഷമ്മാശനായിരുന്നപ്പോഴും റംബാനായിരുന്നപ്പോഴും മെത്രാപ്പൊലീത്ത ആയിരുന്നപ്പോഴും കാലശേഷവും പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥതയ്ക്കെത്തുന്നവരുടെ എണ്ണം പ്രതിവർഷം വർദ്ധിച്ചു വരികയാണ്. ആ പുണ്യവാന്റെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ, അനുഗ്രഹങ്ങളും ആശ്വാസവും തേടിയെത്തുന്നവർ, അവരൊക്കെ ഒരേ സ്വരത്തിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു. പാമ്പാടി തിരുമേനി ചെറുപ്പകാലം മുതൽ തന്നെ ശാന്തനും സൽസ്വഭാവിയുമായ ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, അദ്ദേഹത്തെ കാണാൻ ആര് വന്നാലും, സമ്പത്തുള്ളവരോ അല്ലാത്തവരോ ആയ ആളുകൾ വന്നാൽ അവരെ ഒരുപോലെ സ്വീകരിക്കുകയും എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാതെ വിടുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത കാര്യമായിരുന്നു. ഭിക്ഷക്കാർ ആരെങ്കിലും വന്നാൽ ഭക്ഷണ സമയമാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി എന്തെങ്കിലും സഹായം ചെയ്യുക പതിവായിരുന്നു. ഒരുത്തരോടും പ്രത്യേകത കാണിക്കാതെ എല്ലാവർക്കും സന്തോഷമാകത്തക്കവണ്ണം അദ്ദേഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് അടുത്തറിയാവുന്നവർക്ക് മാത്രമല്ല, ദേശത്തുള്ളവർക്കും അത് അറിയാമായിരുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും നോമ്പും മറ്റുമായ ആത്മീയ പ്രവർത്തനങ്ങളാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മാതൃക പരിശുദ്ധ പരിമല തിരുമേനി ആയിരുന്നിരിക്കണം. കാരണം പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആത്മീയ ജീവിതത്തിൽ കണ്ടിരുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കണ്ടിരുന്നത് കൊണ്ട്
പരിമൽ തിരുമേനി അദ്ദേഹത്തിൻ്റെ മാതൃകാ പുരുഷനായിരുന്നു എന്ന് വേണം വിശ്വസിക്കുവാൻ. ഒരു നേരം ഓർത്തഡോക്സ് സഭയുടെ നിയമം അനുസരിച്ച് ദിവസം 7 നേരം പ്രാർത്ഥിക്കണമെന്നാണ്. അദ്ദേഹം ആ പ്രാർത്ഥനകളൊട്ടും വീഴ്ച വരാതെ പാലിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭക്തിജീവിതം ഉയർത്തുന്നതിന് ഒരു പ്രധാന കാരണമായിരുന്നു. അതിനോട് ചേർന്നാണ് പ്രാർത്ഥനയുടെ ശക്തിക്ക് വേണ്ട ഉപവാസവും നോമ്പും അനുഷ്ഠിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തെ ഒരു പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ചില സഭയിൽ ചില നിബന്ധനകളുള്ളത് കൊണ്ട് ആ നിബന്ധനകൾ പൂർത്തിയാകുന്നത് വരെ അത് ആലോചനാ വിഷയമെന്നല്ലാതെ പ്രഖ്യാപിക്കാൻ സാധിക്കത്തില്ല. പുണ്യമഹാത്മാവേ പുണ്യമഹാചാര്യ കനിയണമടിയാരിൽ കരുണാപ്പനി നീർ ചൊരിയണമേ കർത്തനോടത്തിച്ചിടണമേ ഇഹ പരലോകങ്ങളിൽ ഞങ്ങൾ ആശിഷമരുളി കാക്കണമേ സുഹൃതങ്ങൾ